എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊരു കടലക്കറി ഉണ്ടാക്കാമേ. അതിനായിട്ട് ഒരു കപ്പ് കടല 8 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിലോട്ടെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 6-7 വിസിലടിച്ചെടുക്കാമേ. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടായി. പാത്രത്തിലോട്ട് നമ്മൾ അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല കളറൊന്നും മാറണ്ട, ഇത് അരച്ചെടുക്കാനാണ്. പിന്നെ 2 തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാമേ. പിന്നെ കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഇട്ട് കൊടുത്ത് അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ടൊമാറ്റോൻ്റെ തൊലിയെല്ലാം തണ്ട് ഇതുപോലെ എടുത്ത് കളയണം. എന്നിട്ട് നമുക്കത് അരയ്ക്കാനായിട്ട് എടുക്കാം. പിന്നെ ഇപ്പുറത്തൊരു പാത്രത്തിലോട്ട് എണ്ണ അടിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു കഷണം പട്ടയും 2 ബേ ലീഫും ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചില്ലായിരുന്നോ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ, അത് അങ്ങോട്ട് അരച്ചത് ഒഴിച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ മസാലയൊന്ന് എണ്ണ തെളിയും വരെ വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എണ്ണ തെളിയും വരെയും ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, മസാല വെന്തു. ഇനി നമ്മൾ ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം കടലയിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കാം. മസാലയെല്ലാം കടലയൊന്ന് പിടിക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാമേ. ഇത്തണ്ട നമ്മുടെ കറി ആവശ്യത്തിന് ഗ്രേവിയായി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ കറി ശരിയായി. നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് സെർവ് ചെയ്യാമേ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കൊള്ളാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.